ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, നമ്മളിന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ഗൈസ്. നമ്മളായിരുന്നു കുറേ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളാണ് രാജു. അതെ ഗൈസ്, നമ്മൾ ഫ്രാങ്ക്ലിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. കാരണം നമ്മളിന്ന് ഭയങ്കര ഒരു പുതിയ വണ്ടിയൊക്കെ എടുത്തു ഗൈസ്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക ഗൈസ് അവിടെ എത്താൻ. അപ്പോൾ ഗൈസ്, ആ വണ്ടി ഇതൊന്ന് കുറച്ചൊരു നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കഴിഞ്ഞിട്ട് കണ്ടാൽ ഇതേ ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ വണ്ടി, ഹയബൂസ. ഈ വണ്ടി എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ അടിച്ചതല്ലേ. അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. അതിൽ ഫുള്ള് ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങളത് കണ്ടിട്ട് അപ്പോൾ ഗൈസ്, നമ്മളപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് കറങ്ങി അടിച്ചുകൊണ്ട് നടക്കാം ഗൈസ്. ഓ, ഇത് കണ്ടോ ഗൈസ്, പതുക്കെ ലാൻഡ് ചെയ്യണത്, അതാണ് ഹയാബൂസയുടെ ഒരു പ്രത്യേകത. സോ ഗൈസ്, ഈ വണ്ടികൾക്ക് എന്താണ് പ്രത്യേകത? അത് ഇന്നത്തെ വീഡിയോ നമ്മൾ കവർ ചെയ്യാൻ പോകണമെന്നില്ല, എന്നാലും നമുക്ക് വെറുതെ വണ്ടി അയ്യോ ഗൈസ്, വണ്ടി ഫ്യൂലില്ല, പെട്രോളില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ ഗൈസ്, നമുക്ക് അപ്പോൾ പെട്രോൾ അടിക്കാം. ഓ, എത്ര ഇപ്പോഴത്തെ റേറ്റ് അതറിയില്ല, നമുക്ക് ആർക്കെല്ലാം പെട്രോൾ അടിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്കിവിടെ പെട്രോൾ അടിക്കാം. കാശുണ്ടോ പെട്രോൾ അടിക്കുന്നത്? അത് താനാരാ? ഞാൻ ഇവിടുത്തെ മുതലാളി. പെട്രോൾ അടിച്ചേക്ക് പോകും. ഞാൻ പെട്രോൾ അടിച്ചിട്ട് ഞാൻ തൽക്കാലം പോട്ടെ. എടാ, കാശ് എനിക്ക് വേണം. കാശോ? താൻ തെണ്ടാൻ പോ. എടാ കാശാടാ. അയ്യോ സാറേ, കാശിടാൻ മനസ്സില്ല. കാശ് തന്നിട്ട് ഈ പോവുള്ളൂ. ഓ, ഇവരാ പോയതോ? പിന്നെ അല്ലാണ്ട് കേസ്, നമ്മളെ അടുത്ത പിന്നല്ല, നമുക്ക് ആൾക്കാലം പോവാൻ കേസ്. എന്ത് കേസ്, സിറ്റി കൂടെ വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ട്. ഒരു കീവർമ്മ കേസ്. ഒരു മിനിറ്റ്, എന്നെ വിളിക്കുന്നുണ്ടല്ലോ, റിങ് ചെയ്യുന്നുണ്ട് കേസ്. ആരെന്ന് എനിക്കറിയില്ല. വേണ്ടി അയ്യോ അയ്യോ മേ, എൻ്റെ കൈ. ആരാ എന്നെ വിളിക്കുന്നത്? നമുക്ക് ഫോൺ എടുത്ത് നോക്കിക്കോ. ഇത് പോലീസല്ലേ? ഹലോ സാറേ, എന്താന്ന് വിശേഷിച്ചിട്ട്? ഒന്നുമില്ല, കുറേ നാളേലും വിളിച്ചിട്ട്, അതുകൊണ്ട് വിളിച്ചു നോക്കിയതാ. ഓ, അതായിരുന്നു. പിന്നെണ്ടല്ലോ, എടാ നിന്റെ ചേട്ടൻ ഇപ്പൊ ജയിലിലാണ്. എൻ്റെ ചേട്ടനാ? ആരാ എൻ്റെ ചേട്ടൻ? ഫ്രാങ്ക്ലിൻ. ഫ്രാങ്ക്ലിനാ? അവൻ ജയിലിലാണോ? അതെ, നിനക്ക് പറ്റുമെങ്കിൽ റെക്കോർഡൊക്കെ വെച്ചിട്ട് അന്വേഷിക്കാൻ നോക്ക്. അയ്യോ ഗൈസ്, പറഞ്ഞത് കേട്ടോ, നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇപ്പോൾ ജയിലിലാണെന്ന്. OMG, നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാം, അല്ലെങ്കിൽ ഫ്രാങ്ക്ലിൻ നിന്ന് അവിടെ ചോര തുപ്പി മരിക്കും. അത് ഞാൻ സമ്മതിക്കില്ല ഗൈസ്. അയ്യോ ഗൈസ്, നമ്മളെ വേണ്ട പെണ്ണിടിച്ചിട്ട് ചേച്ചിയെല്ലാം പറ്റിയോ? ഒന്നും പറ്റിയില്ലടാ. ആണോ? ആ കാലോടിഞ്ഞോടി ഇരുന്നോ? നിൽക്കണോ? കാശാണോ? പിന്നെ എവിടെ എന്ത് ചെയ്താലും കാശ് കൊടുക്കണം ഗൈസ്. ഇവിടെ എന്താണ് ഈ പ്രത്യേകത? ഇന്ത്യയിൽ എപ്പോഴും ഇങ്ങനെയല്ലേ. അതിലാട്ടെ നമുക്ക് അപ്പോൾ ഗൈസ്, നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇപ്പോൾ ഇല്ലേ പോലീസ് സ്റ്റേഷനിലാണ് ഗൈസ്. കാരണം എന്ന് എനിക്കറിയില്ല, നമുക്കത് ചോദിക്കേണ്ടി വരും. അപ്പോൾ ഗൈസ്, അയ്യോ എൻ്റെ പൊന്നെ ഗൈസ്, ഞാൻ ഫ്രാങ്ക്ലിൻ്റെ കൂടെ നിന്നിട്ട് ഇപ്പോൾ ഫ്രാങ്ക്ലിനെ പോലെ ഞാനും വീഴാൻ തുടങ്ങി. പക്ഷെ എൻ്റെ അമ്മേ, ഇതിൻ്റെ അവസാനമുണ്ടോ? അതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലായിക്കോളും. സോ ഗേസ്, നമുക്കപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകാം ഗേസ്. നമ്മളെങ്ങോട്ട് പോകണമെന്ന് കുറേ വിളിച്ചിട്ടായിട്ടുണ്ട്. വേറെ അങ്ങോട്ടല്ല, പോലീസ് സ്റ്റേഷനിലേക്കാണ് ഗേസ്. നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇപ്പോൾ ജയിലിലാണല്ലോ. സോ ഗേസ്, നമ്മളിങ്ങനെ ജയിലിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പോലീസുകാരെ നമുക്കൊന്ന് അടിച്ചു തരണം ഗേസ്. അവിടെ പെണ്ണൊക്കെ ഉണ്ട്, കേസ് കൊടുക്കാൻ അടിക്കും ഗേസ്. അതിലാട്ടെ ഗേസ്, നമുക്ക് തൽക്കാലം ഈ വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം ഗേസ്. ഗേസ്, നമുക്കിപ്പോൾ തൽക്കാലം വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. വളരെ പാർക്ക് ചെയ്താലും മതി. സോ ഗേസ്, നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം ഗേസ്. വഴി പാർക്ക് ചെയ്യാൻ എനിക്ക് ഉദ്ദേശമില്ല. സോ ഗേസ്, നമ്മളങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാറിനോട് വെച്ചേക്കാം ഗേസ്. ഇവിടെ ഇഷ്ടംപോലെ സാറുമാരുണ്ട്. അല്ല സാർ, അതെ എൻ്റെ ചേട്ടൻ അവിടെ. ഏത് ചേട്ടൻ? എൻ്റെ ഫ്രാങ്ക്ലിൻ. ഓ, ഫ്രാങ്ക്ലിൻ അവനിപ്പോൾ ജയിലിൽ മോളിൽ ഒപ്പിടിപ്പിക്കുന്നുണ്ട്. ഓ, തൻ്റെ ഒപ്പ് ഞാൻ ഇട്ട് തരാടോ. എൻ്റെ ഒപ്പ് എനിക്ക് തന്നെ അറിയാം, എനിക്ക് തന്നെ അറിയുക. തൻ്റെ കയ്യിലുള്ള AK-47 അതിന്, പക്ഷെ എൻ്റെ കയ്യിലുള്ളത് RPG ആണ്. അയിനാ ഇന്നാ പിടിച്ചടോ RPG. അയ്യോ അടിക്കില്ല. അയ്യോ ഗേസ്, നമ്മൾ സാറുമാരായിരുന്നു എയിം ചെയ്ത, പക്ഷേ അവിടെ പെണിഞ്ഞു കൊന്നിട്ട്, അത് കുഴപ്പമില്ല. സോ ഗേസ്, നമുക്കപ്പോൾ സോറി ഫ്രാങ്ക്ലിൻ നോക്കാം ഗേസ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവനെ ചേട്ടനാന്ന് വിളിക്കേണ്ടത്, കാരണം നമുക്ക് ഹയാബൂസ പഠിച്ചതിനാണല്ലോ. ഫ്രാങ്ക്ലിൻ ഗേസ്, നമ്മളങ്ങ് ഒപ്പിട്ടുണ്ട്. പിന്നെ ഗേസ്, ആരെന്നെ വിളിച്ചത് എൻ്റെ ഇടയിൽ? ആരെന്ന് എനിക്കറിയില്ല ഗേസ്. നമുക്ക് തൽക്കാലം പുറത്തേക്ക് നോക്കിയാൽ ഗേസ്. ഒരു മിനിറ്റ്, അതാരാ? രാജു, നീയായിരുന്നോ? അല്ലാണ്ട് പിന്നെ നീ രക്ഷിക്കാൻ വേണ്ടി എന്തിനാ വന്നത്? ഓ, എനിക്ക് ഇങ്ങനെ മനസ്സിലായി ഞാനിവിടെ ഉണ്ടെന്ന്. അതൊക്കെ എനിക്ക് മനസ്സിലായി. എടാ, നീ തൽക്കാലം എൻ്റെ വണ്ടി എടുത്ത് സ്ഥലം വിട്ടോ, അതായിരിക്കും നിനക്ക് നല്ലത്. നീ എന്താ പോലീസുകാരാണ് ആണോ? അല്ല, ഞാൻ പോലീസ് യൂണിഫോം ഇട്ടാണല്ലോ വന്നത്, അതുകൊണ്ട് പോലീസ് സന്ധി അടിച്ചാൽ മതി. അപ്പം ഞാൻ എന്ത് ചെയ്തു? അമ്മ RPG വെച്ച് അടിച്ചു. നല്ല ബുദ്ധി. ഈ ഷർട്ട് പറയും ഇടയ്ക്ക്. അത് നീ പറയേണ്ട ആവശ്യമില്ല.
നീ തൽക്കാലം ഈ ബോഡിയൊക്കെ ക്ലിയർ ചെയ്യും. എന്നിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കട്ടെ. ആടെ നീ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്ക്, അല്ലെങ്കിൽ പോലീസുകാർ ഫുൾ ഗ്യാങ് ആയിട്ട് ഞാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചടി കൊടുക്കും. യെസ്, നമുക്ക് തൽക്കാലം വണ്ടി എടുത്ത് സ്ഥലം കേസ്. അല്ലെങ്കിൽ കേസ് അത് അപ്പൂപ്പൻ, നമുക്ക് തൽക്കാലം അയാളങ്ങ് തീർക്കാം. നീ എന്താ കാണിക്കണേ? ഞാൻ വെഴുതല്ലേ നിങ്ങൾക്ക് പോലീസ് കേസ് പറഞ്ഞത്. അത് നിനക്ക് എന്തുകൊണ്ടാ പോലീസ് കേസ് എന്ന് അതൊക്കെ ഞാൻ പറഞ്ഞ ഇയാളെന്താ കേസ് തോന്നുന്നു ആളെ ചന്തിക്കൊക്കെ വിട്ടിട്ടുണ്ട് കേസ്. എന്തായാലും ഞാൻ പോകട്ടെ. ഞാൻ പോട്ടെ. വേഗം പോടാ, അല്ലെങ്കിൽ ഇപ്പോൾ നല്ല പണി കിട്ടും. ഞാൻ പൊക്കോളാം, നീ എന്നെ അങ്ങ് ടോർച്ചർ ചെയ്യാനൊന്നും വേണ്ട. വേഗം പോടാ തേണ്ടി, ഞാൻ പോവല്ലേ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു, കള്ളത്തേണ്ടി. ഇതിലോട്ടാ നമുക്ക് അതിൽക്കാലം പോവാം ഗൈസ്. അയ്യോ ഗൈസ്, പോലീസുകാരി, അയ്യോ ഓടിക്കോ. അയ്യോ ഗൈസ്, ഇവനെന്താ വണ്ടിയുടെ ടയർ പഞ്ചറായ? വണ്ടി ഫ്യൂലില്ലേ? വണ്ടി ഫ്യൂലൊക്കെ ഉണ്ട്. ഇവനെന്താ വണ്ടി ഒന്ന് ടയർ പഞ്ചറായി ഗൈസ്. അതിലോട്ടെ ഗൈസ്, നമുക്ക് തൽക്കാലം ഇവന്മാരങ്ങ് തീർത്തേക്കാം. പോലീസിനെ കൊന്നു പറഞ്ഞിട്ട് രണ്ടാമത്തെ കേസ്. അതാണ് എനിക്ക് നല്ലത്. അല്ലെങ്കിൽ ഇവന്മാരങ്ങ് തീർത്ത് ശരിയാവില്ലല്ലോ. ഓക്കെ ഗൈസ്, നമ്മൾ വണ്ടി അങ്ങ് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതേ അടുത്ത ആൾ വരണം. എന്താ നിനക്കൊക്കെ അല്ല തന്നെ? അയ്യോ ഗൈസ്, പെണ്ണിഞ്ഞറേനെ ഇടിച്ചിട്ടില്ലോ ഇങ്ങേരി. എനിക്ക് നീ ആരോട് ചോദിച്ചിട്ടാ RPG കൊണ്ട്? എന്നോട് ചോദിച്ചിട്ട് അടിക്കില്ല. അല്ല എന്നെ പൊന്നെ, ഇതെന്തുകൂടെ ഈ സ്ലോ മോഷൻ? നമുക്ക് അവർക്കല്ലേ മാവന്മാരൊക്കെ അടിച്ച് ഉറപ്പിക്കാൻ കേസ്. എനിക്ക് ഇവിടെ നിന്നൊരു കോൾ വന്നിട്ടോ, അതാരെന്ന് എനിക്കറിയില്ല. അതിലാട്ടെ, നമുക്ക് തൽക്കാലം ഇവന്മാരൊക്കെ തീർക്കാം കേസ്. നമുക്കിവിടെ എല്ലാ പോലീസുകാരെ ഇവിടെ നിന്ന് ഒരൊറ്റടുത്ത് വിടുന്നില്ല. ഇതേ പോണ ആൾ. അയ്യോ, ആളുടെ വണ്ടി ഇത് അപ്പുറത്താണ് കണ്ടത്തിൽ കിടക്കുന്നു. ഇനി ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നീ എന്താ ഇവിടെ? അതോ ഞാൻ വണ്ടി അതൊക്കെ ഫ്ലിപ്പ് ചെയ്ത് ഇങ്ങോട്ട് വന്നതാ. മാറിക്കോ. നീ എന്ത് ചെയ്യും? നീക്ക് എനിക്കുള്ള പണി ഞാൻ തരാടാ. നീ എനിക്ക് പണി തരോ? ഇന്നെ പിടിച്ചോ. അയ്യോ, എൻ്റെ വണ്ടി പൊട്ടി തെറിച്ച്. അയ്യോ പട്ടി, എൻ്റെ കൂത്തിക്കിട്ടാണോ വിടുന്നത്? അയ്യോ സോറിയടാ, ഞാൻ പെട്ടെന്നുള്ള ബ്ലഡ് വന്നവനാണത്. അയ്യോ, നീ ആരോട് വെച്ചാ വണ്ടി എടുത്ത്? എൻ്റെ അപ്പനോട് ചോദിച്ചിട്ട് അല്ല. പിന്നെ പോലീസുകാരൻ്റെ അപ്പനെ വിളിക്കാൻ മാത്രമായി ഇത്. പക്ഷേ ഞാൻ റിയൽ ലൈഫിൽ വിളിക്കില്ല. അതായത് ഇനിയോടെ ആരെ ജീവനോടെ ഉള്ളത്? നിൽക്കടാ അവിടെ. നമുക്കൊരിക്കലും വണ്ടി എടുത്ത് സ്ഥലം വിടാം കേസ്. നമുക്കൊരു കാര്യം ചെയ്യാൻ, ഈ വണ്ടി എടുത്ത് സ്ഥലം വിടാം. നമുക്ക് വേറെ വണ്ടിയൊന്നും ഇല്ല ഇവിടെ പറഞ്ഞ പോലെ. നമുക്കപ്പോൾ വേഗം പോവാം കേസ്. അയ്യോ കേസ്, ഇയാളെ നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്കപ്പോൾ വിടാം കേസ്. കേസ് നമ്മുടെ വാണ്ടർ ലെവലൊക്കെ പോയിട്ടുണ്ട്. സോ കേസ്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വിടാം കേസ്. നമുക്ക് ഈ ആളും കൂടി ഇടിച്ചിട്ടിട്ട് പോവാം. എന്നെ വിടില്ലേ? നീ രണ്ടാമത്തെ കേസ് വയ്ക്കും. അയ്യോ എൻ്റെ താൻ മിണ്ടാണ്ട് അവിടെ നിന്നോ. തനിക്കുള്ള കണക്ക് ഞാൻ തരും. അയ്യോ, ഇയാൾ എന്നിട്ട് കാണിക്കുക വണ്ടി ഓടിക്കാതെ പറഞ്ഞ് അറിയാത്തമാരാണ് പോലീസ് ചെയ്യണത്. അതിലോട്ടെ കേസ്, നമുക്ക് തൽക്കാലം വീട്ടിൽ പോകാം. അവൻ്റെ വണ്ടിയാണെങ്കിൽ അവനെടുത്തോണ്ട് പോട്ടെ, നമുക്കത് അറിയേണ്ട ആവശ്യമില്ല. ഇതിലോട്ടെ കേസ്. അപ്പോൾ കേസ്, ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. പിന്നെ ഹൈപ്പൊക്കെ ചെയ്യണം കേസ്. ബൈ ബൈ.